ഞാൻ വളരെ ചെറുപ്പത്തിലെ വായിച്ചൊരു എഴുത്തുകാരനാണ് എം ടി എന്ന് മാത്രമല്ല, എം ടിയുടെ ഏതാണ്ട് ഞാൻ വായിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ അതുവരെ വന്നിരുന്ന എല്ലാ പുസ്തകങ്ങളും വളരെ ചെറുപ്പത്തിലേ വായിച്ചു. അതിനൊരു കാര്യമുണ്ട്. എൻ്റെ വീടിനടുത്തൊരു ലൈബ്രറി ഉണ്ട്. നന്നായിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം നല്ല പുസ്തകങ്ങളുള്ള ഒരു ഗ്രാമീണ ലൈബ്രറിയാണ്. പന്തളത്തിനടുത്ത് കുളാടയിൽ പനങ്ങാട് ജനതാ ഗ്രന്ഥശാല എന്നാണ് അതിൻ്റെ പേര്. അവിടെ എൻ്റെ പ്രൈമറി ക്ലാസ് കാലത്ത് ഏതാണ്ടൊരു 3ാം ക്ലാസ് 4ാം ക്ലാസ് കാലം മുതൽ അവിടെ ഞാൻ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. എൻ്റെ ചേട്ടൻ അതിൻ്റെ ഒരു പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അന്ന് അദ്ദേഹം കോളേജ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവിടുന്ന് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും മുതിർന്നവർ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെയാണ് ഞാൻ വായിച്ചത്. കാരണം ചേട്ടൻ കൊണ്ടുവരുന്ന പുസ്തകങ്ങളൊക്കെ പുള്ളി അന്ന് PGക്ക് പഠിക്കുകയാണ്. അപ്പോൾ ആ നിലവാരത്തിലുള്ളതൊക്കെയാണ്. എല്ലാം മനസ്സിലായിട്ടൊന്നുമല്ല വായിക്കുന്നത്. അതിൽ വളരെ സുഗമമായിട്ട് വായിക്കാൻ പറ്റിയ കഥകളും നോവലുകളും ഒക്കെ ആയിരുന്നു എം ടിയുടെ. 1969 കാലം എന്ന നോവൽ വരുന്നത്. അതേ വർഷം തന്നെയാണ് ഒരുമിച്ചാണ് ഖസാക്കിൻ്റെ ഇതിഹാസം വരുന്നത്. അന്ന് തൃശ്ശൂർ കറന്റ് ബുക്സ് 10 നോവലുകൾ ഒരുമിച്ച് പ്രസിദ്ധീകരിക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട 2 നോവലുകളായിരുന്നു ഇത് രണ്ടും. അപ്പോൾ കാലം അന്ന് ഞങ്ങളുടെ ലൈബ്രറിയിൽ വാങ്ങിയ പുസ്തകങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഖസാക്കിൻ്റെ ഇതിഹാസം അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാലം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് വായിച്ചു. അപ്പോൾ ആ സമയത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എം ടിയുടെ അതുവരെയുള്ള കാലം ഉൾപ്പെടെയുള്ള നോവലുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ കഥാസമാഹാരങ്ങളും ഞാൻ വായിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരു പുസ്തകം മാത്രം എനിക്ക് കിട്ടിയില്ല. അത് ഞാനിങ്ങനെ തേടിക്കൊണ്ടിരുന്നു. അത് എം ടിയുടെ ആദ്യത്തെ ചെറുകഥാസമാഹാരമായ രക്തം പുരണ്ട മൺതരികളായിരുന്നു. അപ്പോൾ അത് അവിടെ ഷെൽഫിലൊന്നും നോക്കിയിട്ട് കണ്ടില്ല. പക്ഷേ ഇങ്ങനെ അത് കാണണമല്ലോ, അത് വായിക്കണമല്ലോ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നപ്പോൾ ഒരു വെക്കേഷൻ കാലത്ത് അവിടെ ഈ ലൈബ്രറിയിൽ ഈ പുറന്താൾ പോയ കുറേ പുസ്തകങ്ങൾ ഒരു കെട്ടാക്കി വെച്ചിരുന്നു, ബൈൻഡ് ചെയ്യിക്കാൻ കൊടുക്കാനായിട്ട്. അത് ഒരു കൗതുകത്തിന് അഴിച്ചു നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് അത് കിട്ടി. അതുകൂടെ വായിച്ചപ്പോൾ ആ കാലത്ത്, അതായത് ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എം ടിയുടെ എല്ലാ കൃതികളും ഞാൻ അന്ന് വായിച്ചു. പിന്നെ എം ടിയുടെ നിർമ്മാല്യം സിനിമ വരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ എഴുത്തും ഒക്കെ കുറച്ച് കുറയുന്നു. പിന്നീട് വരുന്നത് 70കളുടെ അവസാനം വിലാപയാത്ര എന്ന നോവലാണ്. അത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതൊക്കെ ആ പുതുമയോടുകൂടി തന്നെ ലൈബ്രറിയിൽ കൊണ്ടുവന്നപ്പോൾ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കും നമ്മൾ മുതിരുന്നു, കോളേജ് പഠിക്കുന്നു, പിന്നെ കോളേജ് അധ്യാപകനാകുന്നു. അപ്പോൾ അങ്ങനെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ എം ടി എപ്പോഴും നമ്മുടെ വായനയുടെ ഒരു പ്രധാന ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 70കളിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എം ടിയുടെ എല്ലാം വായിച്ചെന്ന് പറയുമ്പോൾ ക്രമേണ എൻ്റെ അഭിരുചിയിലൊരു മാറ്റമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലേക്കും എം സുകുമാരൻ്റെയും മറ്റും കഥകളിലേക്കും കടമ്മനിട്ടയുടെ കവിതയിലേക്കും ഒക്കെ പോകുന്ന എം ടിയുടേതായ ഒരു രീതിയിൽ നിന്ന് ഭിന്നമായ മോഡേണിസത്തിൻ്റെ കുറച്ചുകൂടെ ബലിഷ്ഠമായ ചില ഭാവുകത്വ സ്വഭാവങ്ങളോട് ഇണങ്ങാനുള്ള ശ്രമം ആ കാലത്തുണ്ടായി. ആ വഴിക്കാണ് കുറേ മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്നാലും ഒരു മലയാളത്തിലെ എല്ലാ വായനക്കാരും ഇഷ്ടപ്പെടുന്ന, സാഹിത്യ അഭിരുചിയുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എം ടി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, വായിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് എം ടിയെ വളരെ ശ്രദ്ധാപൂർവം പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്.